നമസ്കാരം. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്ത് ബ്രിട്ടനും ഇസ്രായേലിനെ ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ്. ഇസ്രായേലിലേക്കുള്ള 350ഓളം ആയുധ കയറ്റുമതി ലൈസൻസ് 30 സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബ്രിട്ടന്റെ ഈ ഒരു തീരുമാനം ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി താൽക്കാലികമായിട്ട് നിർത്തിയ ബ്രിട്ടന്റെ ഈ നടപടിയിൽ സകല ലോക രാജ്യങ്ങളും ഇപ്പോൾ അമ്പരന്നിരിക്കുകയാണ്. യുക്രൈനിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിലേക്കും ആയുധങ്ങൾ കൈമാറ്റം ചെയ്തതോടെ അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു നിലപാട് ബ്രിട്ടനും സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേലുമായിട്ടുള്ള ആയുധ കയറ്റുമതി നിർത്തലാക്കുവാൻ ബ്രിട്ടൻ ആലോചന നടത്തിയിരുന്നു. എന്നാൽ അതിനിടെയാണ് ഇപ്പോൾ ആയുധ കയറ്റുമതി ലൈസൻസുകളിൽ 30 സസ്പെൻഡ് ചെയ്തതായിട്ട് ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി അറിയിച്ചിരിക്കുന്നത്. പ്രതിരോധം എന്നതിലുപരി റഷ്യയ്ക്കുള്ളിൽ ആക്രമണം നടത്താൻ ബ്രിട്ടന്റെ ആയുധം ഉപയോഗിക്കരുതെന്ന നിലപാടാണ് ഇപ്പോൾ നിലവിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനുള്ളത്. ഇസ്രായേലിന് സുരക്ഷയ്ക്കായിട്ട് സ്വയം പ്രതിരോധിക്കാനാണ് ബ്രിട്ടൻ ആയുധം നൽകി സഹായിച്ചത് തന്നെ. എന്നാൽ സ്വയം രക്ഷയല്ല, വംശഹത്യയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന തിരിച്ചറിവാകാം ബ്രിട്ടന്റെ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ. ഇസ്രായേലിന്റെ നീചമായ നടപടികളിലും അതോടൊപ്പം തന്നെ ഇസ്രായേൽ അവലംബിക്കുന്ന രീതികളെക്കുറിച്ചും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതിരുകടന്ന ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തിൽ വീഴുന്നത് ഇത്തരത്തിലുള്ള വിള്ളലുകൾ തന്നെയാണ്. ഹമാസ് കൊലപ്പെടുത്തിയെന്ന് കരുതുന്ന 6 ബന്ദികളുടെ മൃതദേഹം ഗാസയിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ബ്രിട്ടന്റെ ഈ ഒരു നടപടി ഇപ്പോൾ തിരിച്ചടിയായി ഇസ്രായേലിന് മാറിയിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതമാണ്. ബ്രിട്ടന്റെ ഈ തീരുമാനം വളരെ നാണക്കേടുണ്ടാക്കുന്നതാണെന്നും ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതാണെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചിരിക്കുന്നത്. എക്സിലൂടെയാണ് നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളുമായി പൂർണ്ണമായിട്ട് പൊരുത്തപ്പെടുന്നുവെന്നും ന്യായമായ മാർഗത്തിലൂടെയാണ് യുദ്ധം നടത്തുന്നതെന്നും നെതന്യാഹു അവകാശപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീൻ സായുധ പ്രസ്ഥാനത്തിലെ 5 ബ്രിട്ടീഷ് പൗരന്മാരെക്കുറിച്ചും 100-ലധികം ബന്ദികളെക്കുറിച്ചും അദ്ദേഹം വാചാലനാവുകയുണ്ടായി. ബ്രിട്ടനിലെ ഭരണം മാറിയതും ഫലസ്തീനികൾക്ക് വേണ്ടി രാജ്യത്ത് പ്രതിഷേധം ശക്തമായതും ഇസ്രായേലിന് ആയുധം നൽകേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിക്കാനായിട്ട് റഷ്യയെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകം തന്നെയാണ്. മാത്രമല്ല യുക്രൈനെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും സഹായിക്കാൻ പോയിട്ട് സ്വന്തം ആയുധ കലവറ ശൂന്യമാകുന്ന സാഹചര്യം ഉണ്ടാക്കാനും തൽക്കാലം ബ്രിട്ടൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ സർക്കാർ നിലപാടായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ നിലപാടിനെതിരെ ബ്രിട്ടനിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ബ്രിട്ടനിലെ പുതിയ ഭരണകൂടം ഇതുവരെ പങ്കാളിയായിരുന്ന ഇസ്രായേലിനെ ഉപേക്ഷിച്ചെന്നും ഹമാസിന്റെ വിജയം ആഗ്രഹിക്കുന്നുവെന്നുമാണ് മുൻ UK പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആരോപിച്ചിരിക്കുന്നത്. ബോറിസ് ജോൺസന്റെ അഭിപ്രായം ശരിവച്ച ജോൺ ഹീലി ഇസ്രായേലിന്റെ സുരക്ഷ ദുർബലമാകില്ലെന്നാണ് അഭിപ്രായപ്പെട്ടത്. ഈ ആരോപണങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം തന്നെ കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ആയുധങ്ങൾ നൽകിയിരുന്നതെന്നും എന്നാൽ നിലവിൽ ഇസ്രായേൽ അവലംബിക്കുന്ന രീതിയിലുള്ള എതിർപ്പും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളുമാണ് ആയുധം നൽകാതിരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് ബ്രിട്ടീഷ് ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം ആയുധങ്ങളുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് സർക്കാർ പുറത്തിറക്കിയ രേഖകളിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഗാസയിലെ ആക്രമണത്തിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനം എന്നിവ നടത്തിയതിന് ഇസ്രായേലിനെതിരെ UN ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഇസ്രായേൽ ഭരണകൂടം വകവെച്ചിരുന്നില്ല. കഴിഞ്ഞ ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ ഗാസയിൽ തന്നെ 40,000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടതിൽ തന്നെ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ബ്രിട്ടന്റെ പുതിയ തീരുമാനത്തിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രാധാന്യമുണ്ട്. ബ്രിട്ടനിൽ തൊഴിലാളി വർഗ പാർട്ടിയായ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതോടെ റഷ്യയും ബ്രിട്ടന്റെ നിലപാടുകളെയാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. യുക്രൈന് യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ആയുധം നൽകി വരുന്ന ബ്രിട്ടൻ ഇപ്പോൾ ഈ ഒരു കാര്യത്തിലും പുനർവിചിന്തനം തുടങ്ങിയിട്ടുണ്ട്. പ്രതിരോധം എന്നതിലുപരി റഷ്യയ്ക്കുള്ളിൽ ആക്രമണം നടത്താൻ ബ്രിട്ടന്റെ ആയുധം ഉപയോഗിക്കരുതെന്ന നിലപാടാണ് നിലവിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഉള്ളത്. കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് നൽകുന്ന കാര്യത്തിലും പുതിയ സർക്കാരിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് ഉള്ളത്. റഷ്യയുടെ കോപം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ബ്രിട്ടനായിട്ട് ഉണ്ടാക്കരുത് എന്നാണ് ഭരണപക്ഷത്തെ പ്രമുഖർ പോലും ഇപ്പോൾ വാദിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം അനിവാര്യമാണെന്നും റഷ്യ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ പങ്കാളിയാകുമെന്നാണ് അവർ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. ബ്രിട്ടനിൽ നിന്നും ഉയരുന്ന ഈ വാദങ്ങൾ അമേരിക്കയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുന്നത്.